നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലൊരു ഷോർട്ട് അപ്ലോഡ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് അറിയാത്തവർക്കായി ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. ഇനിയാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചെയ്യുക, അതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം. ഇനിയാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഷോ മോറിൽ കൊടുത്തിട്ട് നമുക്ക് അവിടെ അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുക്കാം. എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ഓഡിയൻസ്, അത് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ മോർണിംഗ് ആകുമ്പോൾ അത് വലിയ പ്രശ്നമാകും, മോണിറ്റൈസേഷൻ കിട്ടില്ല. അങ്ങനെ അതിനുശേഷം തിരികെ വരിക. പിന്നെന്താണ് കൊടുക്കേണ്ടത്? പിന്നെ കൊടുക്കേണ്ടത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ സ്ലാഷ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഏത് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അതവിടെ കൊടുക്കുക, ക്യാപ്ഷൻസ് അവിടെ കൊടുക്കുക. ഓക്കെ. പിന്നെ പ്ലേലിസ്റ്റ് എൻ്റെ ഇപ്പോൾ ഡിവോഷണൽ ഷോർട്സ് ആണെങ്കിൽ ഡിവോഷണൽ ഷോർട്സ് ഒന്ന് കൊടുക്കാം. ഇതിപ്പോൾ ചേട്ടൻ്റെ ഫോണിലായതുകൊണ്ട് അത് അങ്ങനത്തെ പ്ലേലിസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ജസ്റ്റ് കാണിക്കുകയാണ്. ഡിവോഷണൽ ആണെങ്കിൽ അത് കൊടുക്കാം, ഏതാണോ പ്ലേലിസ്റ്റ് അത് കൊടുക്കാം. പിന്നെ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. റിലേറ്റഡ് വീഡിയോ ആണ് ഇത് അടുത്തത് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ അവിടെ റിലേറ്റഡ് വീഡിയോ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വിസിബിലിറ്റി ഇതായി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ് ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന്, നാളെ വേണമെങ്കിൽ നാളെ, മറ്റന്നാൾ അങ്ങനെ ഒരുപാട് ഡേറ്റുകളിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതാ 25-ാം തീയതി വേണമെങ്കിൽ 25, 26, 27 ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണുന്നതാണ്. അതുപോലെ ഇപ്പം ഞാൻ നാളത്തേക്കുള്ളത് 24-ാം തീയതിയിലത്തേക്കുള്ളത് അവിടെ കൊടുക്കുന്നു. ഇതിന് ശേഷം ടൈം കൂടി ഒരെണ്ണം കൊടുക്കാം, ഏത് ടൈം വേണമെങ്കിലും കൊടുക്കാം. 6 മണി, 7 മണി, 10 മണി, 3 മണി, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ അത് തന്നെ അങ്ങ് പൊയ്ക്കോളും ആ ഷോട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 6 മണിക്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോണിലാണെങ്കിൽ AM PM സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പക്ഷേ അത് അങ്ങനെ ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കണം കേട്ടോ. ഓക്കെ കൊടുത്താൽ അത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അപ്ലോഡ് വീഡിയോ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ആക്കുന്നില്ല, അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ തമ്പനെയിൽ ഇതാക്കാം കേട്ടോ ഫ്രണ്ട്സ്. തമ്പനെയിൽ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ഒരു ഷോട്ടിൻ്റെ ഏത് ഭാഗമാണ് എല്ലാവരും കാണേണ്ടത് എന്ന് വെച്ചാൽ ആ ഭാഗം എന്ന് വെച്ചിട്ട് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓടിച്ച് വരുമ്പോൾ കിട്ടും. അതിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടെ എഴുതിയും കൊടുക്കാം എന്തെങ്കിലും കൂടി. അതപ്പോൾ തമ്പനെയിൽ അത് എഴുതി കൊടുക്കുന്നത് മാത്രം, അത് തമ്പനെയിലിന് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ. എന്നിട്ട് സേവ് ഡണ്ണ് കൊടുക്കണം. ഡണ്ണ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അതങ്ങനെയായിരിക്കും നമ്മുടെ തമ്പനെയിൽ കാണുന്നത്. അതിന് ശേഷം ഓക്കെ കൊടുക്കുക, ടിക്ക് കൊടുക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇത്രയൊക്കെ ചെയ്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.